പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് സീൻ രക്ഷയില്ല. മമ്മൂക്കയുടെ അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക്. ഈ 73-ലും അങ്ങേര് കാട്ടിക്കൂടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊരു വാക്കില്ല. വില്ലനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, ഗൂസ്ബംസ് അടിച്ച ചാവാറായി ക്ലൈമാക്സ്. അടിപൊളി സിനിമയായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തില് ഒരു അടിപൊളി സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി, കൊള്ളാം, സൂപ്പർ. നല്ല ഒന്നുകൂടെ കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. അതെ, അത്ര അടിപൊളി കാര്യം. സൂപ്പർ ഓടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, ഗൂസ്ബംസ് അടിച്ച ചാവാറായി ക്ലൈമാക്സ് വന്നപ്പോൾ. സൂപ്പർ ഓടം, ഒരു വട്ടം അടിപൊളി. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും നല്ലത്. പടം സൂപ്പർ, വേറെ ലെവൽ സെറ്റ് പടം. ഒന്നും പറയാനില്ല. മ്യൂസിക് ആണേലും ബീജം ആണേലും സ്റ്റൺസ് ആണേലും എല്ലാം ഓരോന്നും അതിന് മെച്ചം. നല്ല പടം വരുന്നു. നല്ല മൊത്തത്തിൽ നല്ല പടം. വില്ലനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് തന്നെയുണ്ട്. പിന്നെ മിഥുൻ മാനുവിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. കൊള്ളാം, നല്ലോണം. നല്ലോണം ഈ പറഞ്ഞ പോലെ തന്നെ നല്ലോണം. നല്ല പടം. കൊള്ള പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് പൊളി. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ് സീൻ രക്ഷയില്ല. മമ്മൂക്കയുടെ അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക്. കൊള്ളാം പടം, അടിപൊളി പടം. മമ്മൂക്കനെ പിന്നെ പറയാനുണ്ടോ? മമ്മൂക്ക പിന്നെ പൊളിച്ചടുക്കൂലേ. ഈ 73-ലും അങ്ങേര് കാട്ടിക്കൂടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊരു വാക്കില്ല. അടിപൊളി പടം.